വോട്ടെടുപ്പിന് ശേഷം 24 മണിക്കൂർ തികയുമ്പോൾ എന്താണ് വടകര മണ്ഡലത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും തീരാത്ത മണ്ഡലമാണ്. എന്താണ് പുതിയ മണ്ഡലം? അപർണ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുമ്പോഴടക്കം രാഷ്ട്രീയ കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയം ആയിരുന്നു വടകരയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവിടുത്തെ ഈ അപവാദ പ്രചരണം. എനിക്ക് തോന്നുന്നു വടകരയിൽ ഉണ്ടായിട്ടുള്ള ആ വിഷയം കേരളത്തിലുടനീളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മണ്ഡലത്തിൽ എത്രത്തോളം അത് ചർച്ച ചെയ്യപ്പെട്ടു, അത് വോട്ടിംഗ് ശതമാനത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ അത് മറ്റൊരു ചോദ്യമാണ്, അത് അറിയാനിരിക്കുന്ന വിഷയമാണ്. ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന്. വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഷാഫിക്കെതിരെ ഉയർന്നത് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ഷാഫി വൗച്ച് ചെയ്യുന്നത് വർഗീയ പ്രചാരണത്തിന് താൻ ശ്രമിച്ചിട്ടേയില്ല എന്ന പ്രതികരണമാണ് ഇന്നത്തേതായി ഷാഫിയുടെ പുറത്തു വന്നിരിക്കുന്നത്. കാഫിർ എന്ന് വിളിച്ച വോട്ട് തേടുകയോ മതത്തിന്റെ പിന്തുണ വേണമെന്ന് എങ്ങും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഈ പ്രചരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയാണെന്നും ഷാഫി പറയുന്നു. ഷാഫിയുടെ വാക്കുകൾ തുടങ്ങണം നമുക്ക് വടകര. കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്ക് ആണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? എന്താണ് എങ്കിലും ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള പ്രതികരണമാണിത് എങ്കിൽ നേരിട്ട് മറുപടി നൽകിയിരിക്കുന്നു KK ശൈലജ. അതാണ് പറഞ്ഞത്, ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും കുറയുന്നേയില്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു എന്നുള്ളത് വടകരയ്ക്ക് മാത്രം വിഷയമാകുന്നില്ല. താൻ കാഫിറാണെന്നുള്ള പ്രചാരണം നടത്തിയത് UDF കേന്ദ്രങ്ങളാണെന്നും അങ്ങനെയല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്നും KK ശൈലജ ഇന്നും ആവർത്തിച്ചിരുന്നു. മാത്രമല്ല, സൈബർ കേസുകളിൽ അന്വേഷണം നടക്കുമ്പോൾ സത്യം ബോധ്യമാകും എന്നും KK ശൈലജ പറയുകയാണ്. ഇന്നലെ കാരണം എനിക്ക് കിട്ടിയ പേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് വന്നിട്ടുള്ളതെന്ന്. അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു. ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല. ആരോ ഫേക്ക് പേജ് ഉണ്ടാകും. പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത്. വടകരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറും ഒപ്പം മാധ്യമ പ്രവർത്തകൻ A സജീവനും ചേരും ഈ അരമണിക്കൂറിൽ നമുക്കൊപ്പം. ആദ്യം MS അനീഷ് കുമാറിലേക്ക് പോകാം. തീർച്ചയായും അനീഷ്, ഏറ്റവും ഒടുവിൽ അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ടെല്ലാം പെട്ടിയിലായപ്പോൾ പോലും ഇതാ ഈ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട വാക്പോര് അവിടെ തുടരുകയാണ്. അനീഷിന്റെ ഒരു അസസ്മെന്റിൽ, അതായത് ഇത്തരം പ്രചാരണങ്ങൾ ഒക്കെ ഏത് തരത്തിലാണ് വടകരയിലെ വോട്ടർമാരെ ബാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഇതാ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രചാരണമായിരുന്നു വടകരയിൽ നടന്നത്. വടകരയിൽ ഉള്ള ആ പ്രചാരണത്തിന്റെ ഒരു ആവേശം അനീഷ് നേരിട്ട് അറിഞ്ഞതാണ്. എല്ലാ ദിവസവും വലിയ ആൾക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അനീഷ്, ഈ പറഞ്ഞ പോലെ പാനൂർ ബോംബ് സ്ഫോടനമാണെങ്കിലും സൈബർ ആക്രമണമാണെങ്കിലും ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിപ്രഭാവങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇത് മണ്ഡലത്തിന്റെ അടിത്തട്ടിൽ യഥാർത്ഥത്തിൽ ചർച്ചയായിരുന്നു. തീർച്ചയായും നമുക്ക് വലിയ ആവേശം നിറഞ്ഞൊരു പ്രചാരണം തന്നെയാണ് ഇത്തവണ വടകരയിൽ നടന്നത്. അതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തൊട്ടാകെ ശരാശരിയിൽ മാറ്റം വരുമ്പോഴും ഏറ്റവും ഉയർന്ന പോളിംഗ് നിലനിർത്താൻ വടകരയ്ക്ക് കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2019 കണക്കൊന്ന് പരിശോധിച്ചാൽ അന്ന് 10,57,440 വോട്ടുകളാണ് സാധുവായി രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ 11,07,881 വോട്ടുകൾ, ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ പുതിയതായി 45,000-ലധികം വോട്ട്
വോട്ടുകൾ പുതുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കിൽ മാറ്റം വരുമ്പോൾ പോലും ഈ വോട്ടിംഗ് മെഷീനിൽ പതിപ്പിക്കപ്പെട്ട വോട്ടിൻ്റെ എണ്ണം ഇത്തവണ കൂടുതലാണെന്ന് തന്നെ പറയും. അത് ഇതിൻ്റെ ഒരു വാശിയുടെ ഭാഗം തന്നെയാണ്. ഇനി നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ആദ്യം ശൈലജ ടീച്ചറെ പ്രഖ്യാപിക്കുന്നു, പിന്നീട് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയി, പകരം ഷാഫി പറമ്പിൽ എത്തുന്നതോടുകൂടി UDF ക്യാമ്പ് വലിയ ആവേശത്തിലാവുകയാണ് ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ താര സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നപ്പോൾ തന്നെ സൈബർ അണികൾ ഇക്കാര്യങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു. ഇതിൽ ആദ്യം ശൈലജ ടീച്ചർക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രചാരണം ആരംഭിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം കാന്തപുരത്തിൻ്റെ അടക്കമുള്ള വ്യാജ പേജുകൾ ഈ ടീച്ചർക്കെതിരെ രംഗത്ത് വന്ന് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ പേജുകൾ സൃഷ്ടിക്കുക, ടീച്ചർ ലവ് ജിഹാദിനെ പിന്തുണച്ച് സംസാരിച്ചു എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുക, അങ്ങനെ മുസ്ലിം മേഖലകളിൽ ടീച്ചറെ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം വെച്ചുള്ള ചില പ്രചാരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ഇത്തരത്തിലെ ആക്രമണത്തിൻ്റെ ഒരു പരിക്ക് എത്രമാത്രം വലുതാവും എന്ന് തിരിച്ചറിഞ്ഞാണ് ടീച്ചർ വൈകാരികമായി ഉള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് കേരളമൊട്ടാകെ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. നമ്മളിൽ പലരും അന്ന് ഒപ്പം സമൂഹ മാധ്യമങ്ങളുമൊക്കെ വലിയ ചർച്ച ഉയർന്നത് അശ്ലീല വീഡിയോ എവിടെ എന്നുള്ള ചോദ്യങ്ങളെ പറ്റിയായിരുന്നു. പക്ഷേ അശ്ലീലത്തിനുപരി ടീച്ചർ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ LDF ക്യാമ്പ് അന്ന് ലക്ഷ്യം വെച്ചത് തനിക്കെതിരെ വ്യാജ പ്രചാരണം കൃത്യമായി നടക്കുന്നുണ്ട്, അത് അശ്ലീലത്തിലുപരി ഇത്തരം വ്യാജ നിർമ്മിതിയിലൂടെ ഒരു മതവിഭാഗത്തെ തന്നിൽ നിന്നും അകറ്റാനുള്ള നീക്കങ്ങളാണ് എന്ന് കൃത്യമായി ടീച്ചർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും ഉണ്ടായത്. കാഫറായ ടീച്ചർ വോട്ട് ചെയ്യരുത് എന്ന രീതിയിലുള്ള പ്രചാരണമാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഫേസ്ബുക്ക് പേജുകൾ വഴിയൊക്കെ നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇത് തിരിച്ചറിയുകയും താൻ കാഫറാണെന്ന് പറഞ്ഞുള്ള പ്രചാരണം നടക്കുമ്പോഴും എതിർ സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്ന പരാതിയാണ് ടീച്ചർ മുന്നോട്ട് വെച്ചത്. ഇതിനാണ് ഇന്ന് വൈകാരികമായി ഷാഫി പറമ്പിൽ മറുപടി പറയുകയും ചെയ്തത്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണം അല്ലെങ്കിൽ ദുഷ്പ്രചാരണം ആദ്യഘട്ടം മുതൽ ഇവിടെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി ഒരു വശത്തും കൂടെ അനീഷ് ഒരു ചോദ്യം കൂടെ, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ, ഒരു കേന്ദ്രീകരണം, അത് വടകരയെ കൃത്യമായിട്ട് ബാധിക്കും വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്ന്, ആ മേഖലയിൽ നിന്നുള്ള വോട്ടിംഗ് ശതമാനം അതിപ്പോൾ അനീഷിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ 2019 പോലെയുള്ള കാലഘട്ടത്തിലും അതിനു മുമ്പുമൊക്കെ നമ്മൾ കണ്ടതാണ് തീരദേശ മേഖല കൂട്ടത്തോടെ വോട്ട് ചെയ്യുകയും അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ശശി തരൂരിന് അവിടെ വിജയിച്ചു നിൽക്കാൻ സാധിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിന് സമയമായിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ 77.51% വോട്ടുകളാണ് രേഖപ്പെടുത്തുക. പക്ഷേ ഇന്നലെ രാത്രി വൈകി 11:43 ആയപ്പോഴാണ് അവസാനത്തെ ബൂത്തിലെ വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. അതിനു മുമ്പ് പരക്കെ വിചാരിച്ചിരുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ താരതമ്യേന, അതായത് പ്രത്യേകിച്ചും UDFന് സ്വാധീനമുള്ള മേഖലകളിൽ താരതമ്യേന കുറഞ്ഞ വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നതെന്നാണ്. പ്രത്യേകിച്ചും നാദാപുരം പോലുള്ള ഇടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, വടകര പോലുള്ള ഇടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ KK രമയെ പോലുള്ളവർ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരം ബൂത്തുകളിൽ രാത്രി വൈകിയും ആളുകൾ ബൂത്തിൽ നിൽക്കുകയും 11-ും 11:30-ക്കുമൊക്കെയായാണ് അവിടുത്തെ പലയിടത്തെയും വോട്ടിംഗ് പൂർത്തിയാകുകയും ചെയ്തത്. എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ ഏറെ രസകരമായത് കണ്ണൂരിൻ്റെ ഭാഗമായി വരുന്ന ഇടങ്ങളിൽ 77%, 76% ഒക്കെ മാത്രമാണ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ നാദാപുരത്ത് 78.29% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. വടകരയിൽ 79.8% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊയിലാണ്ടിയിൽ 76.72. അതായത് ഈ CPM ഏറെ പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ UDF ആരോപണം ഉന്നയിച്ച ഇടങ്ങളെക്കാൾ കൂടുതൽ പോളിംഗ് നടന്നത് ഇത്തരം ന്യൂനപക്ഷ മേഖലകളിൽ തന്നെ ആണ് എന്നതാണ് ഏറെ കൗതുകം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അനീഷ്, ഇന്നലെ വോട്ട് ചെയ്യണ സമയത്ത് പോലും നമ്മൾ ചോദിക്കുകയാണ്, ഒരു 6 മണി വരെ ആകുമ്പോൾ പോലും വടകരയിൽ വിചാരിച്ച പോളിംഗ് ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വലിയ ക്യൂ ആണെന്ന് അനീഷ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മനഃപൂർവ്വമാണോ അവിടെ മന്ദഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്, വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന ആരോപണമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് വിശകലനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സമയത്തിൽ കൂടി വളരെയധികം നന്ദി. MS അനീഷ് കുമാർ വടകരയിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നമുക്കൊപ്പം നടത്തിയത്. മാധ്യമപ്രവർത്തകൻ A സജീവൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ A സജീവൻ, വലിയ രീതിയിലുള്ള ഒരു
ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വടകരയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് UDF വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇത് 2019 തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കുള്ള ചില ഫാക്ടറുകൾ കൃത്യമായി ഇതിനകത്തുണ്ട്. അത് RMP ഫാക്ടർ അല്ല, അത് അക്രമ രാഷ്ട്രീയം എന്നുള്ള ഫാക്ടർ അല്ല, അത് ഇടത് വലത് രാഷ്ട്രീയമല്ല, അതല്ലാത്ത ചില ഫാക്ടറുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മുന്നണിക്ക് ഒരു പണമിട മുൻതൂക്കം കൊടുക്കുന്നുണ്ടാകും താങ്കൾ? നമ്മൾ തുടക്കത്തിൽ വടകരയുടെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പല ആളുകളും പ്രവചിച്ചിരുന്ന ഒരു കാര്യം, വടകര LDF അനുകൂലമാണ് എന്നാണ്. സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ശൈലജ ടീച്ചറും KM മുരളീധരനുമാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ സ്ഥാനാർത്ഥി KM മുരളീധരനല്ല, പകരം ഷാഫിയാണ്. ഈ ഒരു വ്യത്യാസം ഞാൻ പറയാൻ കാരണം, വടകരയുടെ തുടക്കം മുതലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിൽ വലിയ അന്തരമൊന്നുണ്ട്. 2-3% വ്യത്യാസമാണ്. പല ഘടകങ്ങൾ വരുന്നതിനനുസരിച്ച് അത് മാറി മാറി വരാറുണ്ട്. KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് LDF-നോട് ഒപ്പം നിന്ന് ജയിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് വലിയ വിജയം നേടിക്കൊണ്ടിരുന്ന ആളാണ് KP ഉണ്ണികൃഷ്ണൻ. അതിനുശേഷം അവിടെ പ്രേമചന്ദ് ടീച്ചർ 2 തവണ ജയിക്കുന്നു, സജീദേവ് ജയിക്കുന്നു, ഭരതൻ ഗംഭീരമായ വോട്ട് ഷെയർ വാങ്ങിയിട്ടാണ് 53% വോട്ട് ഷെയറോട് കൂടിയിട്ടാണ് ഭരതൻ ജയിക്കുന്നത്. ഇങ്ങനെ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത്, അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് വലിയ നേട്ടമുണ്ടാക്കുന്നു. അതുണ്ടാക്കിയതുപോലെ അല്ല രണ്ടാമത് മുല്ലപ്പള്ളിയുമായിട്ട് ഷംസീർ 2014 മത്സരിച്ചപ്പോൾ ഉണ്ടായത്. ആദ്യത്തെ തവണ മുല്ലപ്പള്ളിക്ക് ഗംഭീരമായ വിജയമുണ്ടായെങ്കിൽ രണ്ടാമത്തെ തവണ അദ്ദേഹം തട്ടിക്കൂട്ടി എങ്ങനെയോ കടന്നുകൂടുകയായിരുന്നു. അതിന് പ്രധാന കാരണം ആകെ ഇവർ തമ്മിലുള്ള അന്നത്തെ വോട്ട് ഷെയറിലെ വ്യത്യാസം 43 ഇടയിലുള്ള വോട്ട് ഷെയർ ആണുള്ളത്. ആകെ ഒരു 3.4% വ്യത്യാസം മാത്രമാണ് ജയിച്ച മുല്ലപ്പള്ളിക്കും പരാജയപ്പെട്ട ഷംസീറും തമ്മിലുണ്ടായിരുന്നു. അതിന് പ്രത്യേകതയുള്ളത്, നേരത്തെ തന്നെ ഇവിടെ വിശകലനം ചെയ്തതുപോലെ കുറ്റ്യാടി, നാദാപുരം മേഖലകളിലൊക്കെയുള്ള മുസ്ലിം വോട്ടുകൾ, അവിടെ നമ്മളിതൊക്കെ പറയുമ്പോഴും മറ്റേത് ഘടകത്തെക്കാൾ കൂടുതൽ അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതി മുസ്ലിം വോട്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ശൈലജ ടീച്ചർ കാഫറാണെന്നുള്ളതും ഈ ഷാഫി ദീനിയായിട്ടുള്ള മുസ്ലിമാണ് എന്നുള്ളതൊക്കെ, ആ പ്രചരണങ്ങളൊക്കെ അത് അറിഞ്ഞുകൊണ്ട് അറിയാതെയോ ഫേക്കാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ. അത് പ്രചരിച്ചിട്ടുണ്ട് എങ്കിൽ നേട്ടോ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. 2014 മുല്ലപ്പള്ളി കഷ്ടിച്ച് കടന്നുകൂടി. പക്ഷെ അതേ സമയത്ത് അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി ഗംഭീര വിജയമായിരുന്നു. 2019 വിജയം കിട്ടുന്ന സമയത്ത് ഉള്ള കാര്യം കൂടി നോക്കണം. ആ സമയത്ത് TP ചന്ദ്രശേഖരൻ RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. മുല്ലപ്പള്ളി മത്സരിച്ച അതേ മണ്ഡലത്തിൽ സജീദേവിക്കെതിരെ TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്നുണ്ട്. CPM-ന്റെ വോട്ടുകളിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ചന്ദ്രശേഖർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 2012 ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നടന്ന 2 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് അതിന്റെ വലിയ ഒരു വലിയ പ്രകമ്പനം ഉണ്ടാവേണ്ടതാണ്. ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 0.34% വ്യത്യാസം മാത്രം. 43% രണ്ടു കൂട്ടർക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാതെ കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം അവിടെ സാമുദായികമായിട്ടുള്ള ഒരു ധ്രുവീകരണം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് അതിലൊരു സംശയം ശ്രീ എ സജീവൻ, ഈ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, നിയമസഭാ മണ്ഡലങ്ങൾ വടകരയ്ക്കകത്ത് തന്നെ, അവിടെ പോലും ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അതായത് ഇടതുകോട്ട എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും അങ്ങനെ ഒരു അതെ അവിടെ പോലും ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം മറ്റൊരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ UDF-ന് ഗുണകരമാകും. അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയാണോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ ഞാൻ പറഞ്ഞത് ഈ 2009-14 തമ്മിലെ വ്യത്യാസം ഞാൻ പറയാം. കാരണം
2009 ഈ നേട്ടമുണ്ടാക്കിയ മുല്ലപ്പള്ളിക്ക് എന്തുകൊണ്ട് 2014 ഉണ്ടാക്കാൻ പറ്റും? അവിടെ കുറെ കൂടി സ്വാധീനിക്കാവുന്ന ഘടകമായിരുന്നു ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. 51 വെട്ടിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നു എന്ന സംഗതി. അതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. ഇത്തവണ നമുക്ക് നോക്കാം, മറ്റുള്ള ഈ കുറെ സതീദേവിക്ക് ശേഷം മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവരെക്കാളൊക്കെ അധികം മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ പല ചാനലുകളും അവർ വളരെ നേരത്തെ തന്നെ നടത്തിയ സർവേയിൽ വടകര LDF-നൊപ്പം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. മുരളീധരനാണെങ്കിൽ ഉറപ്പാണ്, മുരളീധരനാണെങ്കിൽ അവർ ജയിക്കുന്ന കാര്യം സംശയമില്ല. പക്ഷേ ഈ ഒരു വ്യത്യാസമുണ്ട്, അതിന് വേണ്ട പ്രചരണങ്ങൾ നടന്നുകൊണ്ടാണ്. 2-3 ആ പ്രചരണങ്ങളൊക്കെ അത് ഷാഫി നടത്തിയതാണോ UDF നടത്തിയതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രചരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത്തരം പ്രചരണങ്ങൾ കുറച്ചെങ്കിലും അവിടെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ AP അബൂബക്കർ മുസ്ലിയാരുടെ പേരില് AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ സംഘടന AP ഗ്രൂപ്പ് സുന്നികൾ പരസ്യമായി തന്നെ ഏതാണ്ട് അവരുടെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ ആരോടൊപ്പമാണെന്നുള്ളത്. അത് UDF-നോടൊപ്പം. സജീവൻ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു പ്രചാരണം, ഇപ്പോൾ ഈ ദിവസം ഇന്ന് എനിക്ക് തോന്നി വോട്ടെടുപ്പിന് ശേഷം വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വടകരയിലെ ഇടതുപക്ഷത്തിന് ഒരു തോൽവിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള ഒരു വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരിക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മറ്റൊരു തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ എന്നുകൂടിയാണോ? അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും സാമുദായികമായിട്ടുള്ള ഘടകം മാത്രമാണ് വടകരയില് LDF-ന് വിരുദ്ധമായിട്ടുള്ള LDF-നെ തോൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഞാൻ വേറൊന്നും വെച്ചുകൊണ്ട് പറയുന്നില്ല. ആ ഒരു ഘടകം മാത്രമാണ് ഇത്രയും ഞാൻ 57-ലെ തെരഞ്ഞെടുപ്പ് മുതലുള്ള ചരിത്രം വിശകലനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പോഴൊന്നും ഈ വടകരയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈവൻ ഷംസീർ മത്സരിച്ച സമയത്ത് പോലും വർഗീയ പ്രചരണം അടിത്തട്ടിലുണ്ടായിട്ടെന്ന് നമുക്കറിയില്ല, പരസ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ ഈ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് പോലും അതിലൂടെ ഒരു 10-20% അനുകൂലമായിട്ട് വരേണ്ടതാണ്. CPM വിരുദ്ധ വോട്ടുകൾ അവിടെ ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് പോലും അവിടെ ഉണ്ടായില്ല. അതിനെ ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ പ്രചരണത്തിന്റെ കാര്യമുണ്ട്. അത് ആര് ചെയ്തു, എന്ത് ചെയ്തു നമുക്കറിയില്ല. എന്തായാലും സാമുദായികമായിട്ടുള്ള സ്വാധീനം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ മറികടക്കാൻ വ്യക്തിപ്രഭാവം കൊണ്ടോ CPM-ന്റെ സംഘടനാശേഷി കൊണ്ടോ LDF-ന് കഴിയുമെങ്കിൽ അത് അവിടെ അങ്ങനെ അതിന്റെ പേരിൽ മാത്രമായിരിക്കും ശൈലജ ടീച്ചർക്ക് ജയിക്കാനുള്ള ഏക സാധ്യത. ഓക്കെ, റൈറ്റ്. ഏതായാലും വടകരയിൽ നിന്നുള്ള വളരെ കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷവും പല വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ചയായി വരും എന്നുള്ളത് തീർച്ചയായും. അതോടൊപ്പം തന്നെയായിരുന്നു അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിരുന്നത് വടകരക്കാരൻ തന്നെയാണ്. എങ്കിലും ഈ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണം. ഒരു യുവ നേതാവായിട്ട് പോലും ആ രീതിയിലേക്ക് BJP, പക്ഷേ അത് മനഃപൂർവമായ ഒരു വിട്ടുനിൽക്കൽ ആയിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ കണക്ക് തെറ്റാണോ എന്ന് പറയില്ല. പക്ഷെ പ്രാഥമികമായ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പാറ്റേണും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ വടകര എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അപർണ, ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ നിന്നുള്ള വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ വടകര. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമ രാഷ്ട്രീയം, അത് ഇതിനിടയിൽ ഒരു ബോംബ് പൊട്ടിയത് പാനൂരിലാണ്. പക്ഷേ ആ വിധിയും അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവസാനം ഇത് മതത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ജയപരാജയ മാർക്കാണെങ്കിലും ഇത് ചർച്ചയാകും, വീണ്ടും പല ചോദ്യചിഹ്നങ്ങളും ഉയർത്തുകയും ചെയ്യുമെന്ന തർക്കമില്ല. ഇനി നമുക്ക് പോകേണ്ടത് പൊന്നാനിയിലേക്കാണ്. വലിയ അട്ടിമറിക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലം. 77 തൊട്ട് ലീഗ് അല്ലാതെ ഒരാൾ പോലും പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയിട്ടില്ല. ഇത്തവണ 2009 തൊട്ട് വലിയ പരീക്ഷണങ്ങൾ നടത്തുകയാണെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന് ആ ഒരു അവകാശവാദം 2024 ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. നമുക്ക് പൊന്നാനിയിലേക്ക് വരാം.